അടിപൊളി സിനിമ, ഫീൽ ഗുഡ് മൂവി. നല്ല ഒരുപാട് ചിരിക്കാനുള്ള ഒരുപാട് എല്ലാവരുടെ അഭിനയം എങ്ങനെയുണ്ട്? കിടില ആള്, ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള പെർഫോമൻസ്, ഭയങ്കര അമ്പനെ കിടില. സജിൻ ഗോപൂരെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന ഗംഭീര പടമാണ്, യാതൊരു സംശയമൊന്നുമില്ല. ഇത് സൂപ്പർ ഹിറ്റാവും. പിന്നെ എനിക്ക് തോന്നുന്നു നല്ല പ്രൊമോഷൻ ഉണ്ടെങ്കിൽ ഒന്നും കൂടി സൂപ്പർ ഹിറ്റാവും. കാരണം ഈ ഒരു ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ മമ്മൂട്ടിയെ മോഹൻലാലെ ഫഹദൊന്നും അല്ല ഇതിനകത്ത് അഭിനയിച്ചിരിക്കും. ഈ മറ്റേ അമ്പാൻ എന്ന് പറഞ്ഞ പുള്ളിയുടെ പേര് അങ്ങനെ ഓർമ്മ വരുന്നുള്ളൂ. പുള്ളിയുടെ പടമായതുകൊണ്ട് ചിലപ്പോൾ ആൾക്കാർ ചിലപ്പം തവണയൊക്കെ ആലോചിക്കും. പക്ഷേ ഗംഭീര പടമാണ്. ഫാമിലിയായിട്ട് വന്ന് ഒരു കുഴപ്പമില്ലാണ്ട് വന്നിരുന്ന് എൻജോയ് ചെയ്യും വിത്ത് ഫാമിലി. ഈ പൈങ്കിളി എന്നുള്ള ആ വാക്കുകൊണ്ട് ശക്തമായ ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ്. ഇത് വെറും ഒരു പൈങ്കിളിയല്ല. നല്ല കോമഡിയൊക്കെ ഉണ്ടായിരുന്നു, നല്ല രസമുണ്ട് കണ്ടോണ്ടിരിക്കാൻ. നല്ല അഭിനയം, നല്ല അഭിനയമൊക്കെ ഉണ്ടായിരുന്നു. പുതിയ രീതിയിലായിരുന്നു, നല്ല രസമുണ്ട്. എന്ത് പറ്റി? ഭയങ്കര വലുപ്പമായിട്ടുണ്ടായിരുന്നു. അല്ല എങ്ങനെയുണ്ട് അമ്പാനൊക്കെ? അമ്പൻ അയാൾ കുഴപ്പമില്ല, പക്ഷെ അത്രയും കണ്ടിരിക്കാനില്ല. അല്ല അഭിനയമൊക്കെ? അയാൾ അഭിനയം, അയാൾ കോമഡി ആയിട്ട് അത്രയ്ക്ക് കുഴപ്പമില്ല. ഈ കഥ എന്ന് പറയാനും പറ്റത്തില്ല, ഒരു കഥയും ഇല്ല. പടത്തെക്കുറിച്ച് അങ്ങനെയല്ല, ചില കോമഡിയാണ് ഉദ്ദേശിക്കുന്നത്. കോമഡി മൂവിയാണ് ടോട്ടലി. അങ്ങനത്തെ ഒരു ഫൺ മോഡലാണ് പോകുന്നത്. അല്ലെങ്കിൽ ചിലത് വർക്കായി കൊള്ളാം. നല്ല പടം, പൈങ്കിളി തന്നെയാണ് കണ്ടു പറഞ്ഞത് തന്നെയാണ് ആ സിനിമയിൽ പറയുന്നുണ്ട്. എല്ലാവരുടെ അഭിനയം എങ്ങനെയുണ്ട്? അഭിനയം കൊള്ളാം, അഭിനയം അമ്പാനൊക്കെ കൊള്ളാം, സൂപ്പറായിട്ട്. ഇല്ല കുഴപ്പമില്ല, കണ്ടിരിക്കാം. അത്യാവശ്യം എൻ്റർടൈൻമെൻറ്റ്സ്. എല്ലാവരുടെ അഭിനയം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. അനശ്വരയുടെ അത്ര ഇല്ല, മറ്റേ അമ്പാൻ വലിയ കുഴപ്പമില്ല. പയ്യന്മാര് ഇതൊക്കെ അല്ലേ, കുഴപ്പമില്ലാതെ പോകുന്നു. കണ്ടിരിക്കാനുണ്ടോ? വേറെ സെറ്റിനൊക്കെ വളരെ ഇഷ്ടപ്പെടുമായിരിക്കും. നമ്മളൊക്കെ ഇത്തിരി പ്രായമുള്ളവർ നമ്മൾ ആ ഒരു രീതിയിലൊക്കെ പലതും നോക്കും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് അത്ര സൂചിക്കണമെന്നില്ല. ചിരിക്കാനും കുഴപ്പമില്ല, ചിരിക്കാനുള്ള അത്രയ്ക്കൊന്നുമില്ല, കുറച്ചൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എടുത്തു പറയേണ്ടത് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട സിനിമാറ്റോഗ്രാഫിയാണ്. പിന്നെ ഹ്യൂമർ എല്ലാ സ്ഥലത്തും. നമ്മൾ ഈ ക്രിഞ്ച് പ്രണയം എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലത്തെ എല്ലാ ഡയലോഗ്സും മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട്. ജിത്തു മാധവൻ്റെ അടിപൊളി സംഭവം തന്നെയാണ്. മ്യൂസിക്കായാലും സിനിമാറ്റോഗ്രാഫിയിലെല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എല്ലാ ആക്ടറും ആക്ട്രസും അടിപൊളി ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ചന്ദനാഥായാലും സപ്പോർട്ട് നിൽക്കുന്ന എല്ലാവരും. പൈങ്കിളി കഥ തന്നെയാണ്, പൈങ്കിളി കഥ തന്നെയാണ്. പക്ഷേ സജിൻ ഗോപു എനിക്ക് എടുത്തെടുത്ത് എത്ര പറയാൻ മതിയാവില്ല. പുള്ളിക്കാരൻ സ്കോർ ചെയ്തു. അനശ്വരി അതുപോലെ തന്നെ, അനശ്വരി സ്ക്രിപ്റ്റ് സെലക്ഷൻ നമ്മൾ എടുത്ത് പറയേണ്ടതാണ്. അനശ്വരിന് ഭാവിയിൽ ഒരുപാട് വലിയ നടിയാവാനുള്ള പഴയ ഓൾറെഡി ആണ്, പക്ഷേ ഇനി സൂപ്പർ സ്റ്റാറുകളാവാനെല്ലാം ഫാമിലിക്ക് കണക്റ്റ് ആവുമെന്ന് ചോദിച്ചാൽ ഫാമിലിയെക്കാട്ടി യൂത്തിന് ഒരുപാട് കണക്റ്റ് ആവും. ഫാമിലി ഓറിയൻറ്റഡ് കാര്യം, ഫാമിലി ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഫാമിലിയുടെ സംഭവം ടച്ചും എല്ലാം വരുന്നുണ്ട്. ആ ഒരു അച്ഛൻ്റെയും മകൻ്റെയും സംഭവങ്ങളൊക്കെ അടിപൊളിയായിട്ട് ഹ്യൂമറായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഓക്കെ, വല്ലാണ്ട് മോശമായിട്ട് പറയാനൊന്നും പറ്റില്ല. എന്നാലും നോർമലി കൊള്ളാം, നല്ലൊരു പടം. എങ്കിൽ അത് തന്നെയാണ്. എല്ലാവരുടെ അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? അതൊക്കെയാണ്, ഓവറാക്ടിങ്ങായിട്ട് വലിയ ഇതായിട്ടൊന്നും തോന്നിയില്ല. ഭയങ്കര ആ ഒരു ഇതിൽ തന്നെ അവർ പടം കോമഡിയാണോ സീരിയസ് ആണോ? ഇടയ്ക്ക് കുറച്ച് സീരിയസ് ഉണ്ട്, ബാക്കിയെല്ലാം കോമഡിയാണ്. കോമഡി തന്നെയാണ് ശരി. കണ്ടിരിക്കാനുള്ളതാണ്.